ഫിനാൻഷ്യലി കൂടി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ് ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോം. അതിപ്പോ ഫെയിം അല്ല, ഒന്നും ആഗ്രഹിച്ചില്ല, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കൂടെ അത് മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. പൈസയോ ഫെയിമോ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അവിടുന്ന് കിട്ടുന്ന എന്താണോ നമുക്ക് അത് മതി, എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി ഇത്രയധികം ചെയ്യുമ്പോൾ സ്വയം ഒരു കാര്യം നമുക്ക് വേണ്ടി നമ്മളൊന്ന് ചെയ്യണം എന്നൊരു മാറ്റി വെച്ചൊരു സ്വപ്നം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി ബുള്ളറ്റാ. അപ്പം ടൂ വീലർ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ ആ ബുള്ളറ്റ് ഓടിക്കുമ്പം എന്റെ കസിൻസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, പറ്റുന്നവല്ല പണിക്കുമ്പോ നീ അത് ചുമ്മാ ഓടിച്ചു നടന്നതിന്റെ കൊതി തീർക്കാൻ നല്ലതാണ്, നിനക്കത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ ഇതില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഞങ്ങള് ഉടക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കസിൻസ് ആണല്ലോ, ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പം വാട്സപ്പില് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അതായത് ബുള്ളറ്റ് ഓടിക്കുന്ന ചങ്കത്തി എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ട്രോള് സാധനം കിട്ടണം. അപ്പം അതൊക്കെ ഞാൻ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ലാപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ലാപ്പിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ്, എന്റെ ആദ്യത്തെ ജോലി റേഡിയോയിലാണ്. റേഡിയോയിൽ ആദ്യത്തെ സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എന്ത് ചെയ്യും, ചാച്ചനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ഇതിനകത്തൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ബുള്ളറ്റ് മേടിക്കണല്ലോ എന്ന് ഞാൻ വിചാരിച്ച കാര്യം. എല്ലാവർക്കും അറിയാം എനിക്ക് ബുള്ളറ്റ് മേടിക്കണം തന്നെ ആഗ്രഹം. പക്ഷെ ഇത് അന്ന് അവർക്ക് കൊണ്ടേ കൊടുത്തു. ചാച്ചനും അമ്മയും ചെയ്തത് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കസിൻസിനും കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് എല്ലാവരും പള്ളിയിൽ കൊണ്ട് നേർച്ചയിട്ട് ആ പൈസ അത്രയും രൂപ എല്ലാവർക്കും തന്നെ കൊടുത്ത് അതൊരു ഐശ്വര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അത് കൊടുത്ത് എല്ലാവരും ചെന്ന് കണ്ട് പറഞ്ഞിട്ടാ പോരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ പൈസ കൂട്ടി വെച്ച് ഈ സ്വപ്നമായിട്ട് കൂട്ടി വെച്ചാണ് പിന്നെ ഒരുപാട് ആവശ്യങ്ങളായി. ഞാൻ കാർ എടുക്കാൻ കുറച്ച് നാൾ മുൻപ് പോലും, കുറച്ചുകൂടെ മുൻപായാണ് ഞാൻ കാർ എടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് ചാച്ചന്റെ ഓട്ടോ കംപ്ലൈന്റ് ആയി. അപ്പൊ ചാച്ചന് ഓട്ടോ ആണ് ഏറ്റവും അത്യാവശ്യം. അങ്ങനെ അത് മേടിച്ചു കൊടുത്തു. അപ്പോഴും എന്റെ ബുള്ളറ്റ് സ്വപ്നം നീങ്ങി ഇങ്ങനെ ഒരു സൈഡിൽ മാറി നിൽക്കുക. അതെനിക്ക് എടുക്കണം. ഞാൻ എന്റെ കാറിന്റെ നമ്പർ 2505 ആ നമ്പറിൽ തന്നെ ഒരു റോയൽ എൻഫീൽഡ് വരും. 2505 എന്ന് പറഞ്ഞാൽ ഞാൻ മെയ്യിലാ ജനിച്ചത്, മെയ് 25-ാം തീയതി. അപ്പം ഞാൻ കാർ എടുത്തത് മെയ്യിൽ 23-ാം തീയതി. ഇപ്പൊ പണ്ട് മുതലേ ആങ്കറിങ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഫൈനലിസ്റ്റ് ആങ്കറിങ് തന്നെയായിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പം RJ ആണ് ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ ആങ്കറിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഷോ അത്രയധികം ആഗ്രഹിച്ചൊരു പാഷൻ ആയിരുന്നു. സ്റ്റിൽ ഈ ഒരു ആങ്കറിങ് കാണുമ്പോൾ ശരിക്കും എനിക്ക് ചില സമയത്ത് സങ്കടം തോന്നാറുണ്ട്. എന്താണ് ഇവരിങ്ങനെ, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്നൊരു സാധനം തോന്നാറുണ്ട്. കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക. അത് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള സാധനവും ചൂസ് ചെയ്യുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. കുറച്ചുകൂടെ ഇപ്പം എനിക്ക് മലയാളത്തില് എനിക്ക് രഞ്ജിനി ഹരിദാസിനെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ തൊട്ട് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മള് ആദ്യം നമ്മൾ കാണുന്ന ഒരു ആങ്കർ എന്ന രീതിയിൽ രഞ്ജിനി ഹരിദാസ്. അതെ. ഇപ്പോഴും രഞ്ജിനിയാണ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ കാണാൻ നിൽക്കുന്നവർക്ക് പോലും എനർജി ആയിരിക്കും, ഒരു ഭയങ്കര ഒരു സാധനമായിരിക്കും. അതുപോലെയൊക്കെ കുറച്ച് പേര് വന്നിരുന്നെങ്കിൽ നൈസ് ആയിരുന്നെ. ആ ഒരു കൈൻഡ് ഓഫ് ആങ്കറിങ്ങിനോടാണ് എനിക്ക് പൊതുവേ താല്പര്യം. ഇപ്പൊ എന്തായാലും പണ്ട് മുതലേ സംസാരിക്കുമ്പോ റേഡിയോ ഒന്ന് ഓഫ് ആക്കുമെന്ന് പറയും. ഇപ്പൊ റേഡിയോയില് RJ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വീഡിയോസിൽ RJ ബിൻസി എന്ന് പറയുമ്പോൾ ഇത് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ പറയണേന്ന് ആളുകൾ കമന്റിൽ തമാശ രൂപേണ പറയും. പക്ഷെ ഇപ്പൊ എന്നോട് ഈ RJ എന്ന് വരുമ്പോ അത് ഭയങ്കര പ്രൗഡായിട്ടാണ്. അത് മനസ്സിലാകണമെങ്കിലോ നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കണം. കഷ്ടപ്പെട്ട് ഒരു 5 വർഷം പഠിച്ച് ആങ്കർ ആകണം എന്നുള്ള ആഗ്രഹമായിട്ട് നടന്ന് റിയാലിറ്റി ഷോയ്ക്ക് പോയി പൈസ ഇല്ല മുൻപോട്ട് പോകാനായിട്ട്. കോസ്റ്റ്യൂം ഇതിനൊക്കെ പൈസ വേണം. ആ സമയത്താണ് കോട്ടയത്ത് ഒരു റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞത്. നേരെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ പോകുന്ന എല്ലാം തികഞ്ഞ ഒരാളായിട്ടല്ല ഞാൻ അവിടെ ചെല്ലുന്നത്. എനിക്ക് ആങ്കറിംഗ് ആണ് ഇഷ്ടം. റേഡിയോ നേരെ ചൊവ്വേ കേൾക്കത്ത് പോലില്ലാത്ത ഞാനാണ് അവിടെ ചെല്ലുന്നത്. ചെന്ന് എന്റെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ കണ്ട് 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല കേട്ടോ, ഈ ഒറ്റയ്ക്കുള്ള ഓണേറിനകത്തിരുന്നുള്ള പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് മനുഷ്യരെ കണ്ട് സംസാരിക്കണം. ഇല്ല ബിൻസി, എല്ലാം പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവരന്ന് എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചൊരു ഷോ ഉണ്ട്. ബിഗ് ബോസിൽ പോകുന്നതിന് തലേന്ന് വരെ ഞാൻ ആ പരിപാടി കൃത്യമായിട്ട് ചെയ്തിട്ടാണ് പോയത്. അപ്പം അത്രയും എന്നെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ തിരിച്ച് ആ ഒരു ട്രസ്റ്റ് കൊടുക്കും. അങ്ങനെ RJ ആയി കഴിഞ്ഞിട്ട് എന്റെ റിയാലിറ്റി ഷോ കഴിഞ്ഞ് എനിക്ക് മനോരമ ജോലി കിട്ടുക. എന്നിട്ട് ഞാൻ ആ റേഡിയോയിലെ ജോലി കളയാണ്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് പ്രൊമോഷൻ വീഡിയോസ്, എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രൊമോഷൻ വീഡിയോസ് ആണ് കൂടുതൽ എനിക്ക് വരുമാനം കിട്ടുന്നത്. അപ്പൊ ഞാൻ അത് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കും എന്റെ റേഡിയോയിലെ ഷോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സംസാരിച്ചോണ്ടേ ഇരിക്കണം, ഭയങ്കര പാടാണ്. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് നിർത്തിയില്ല, തളരില്ലടാ എന്ന് പറയുന്നത് നിർത്തിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും എൻ്റെ അടുത്ത് ഇവർ ചോദിച്ചു, ബിൻസി ബിഗ് ബോസ് ചെയ്ത് ഏത് സ്റ്റേജിലാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല, വന്നു കഴിഞ്ഞാൽ റേഡിയോയിൽ കാണുമോ? ഞാൻ ഉറപ്പായിട്ടും കാണും. ആദ്യത്തെ ജോലിയാണ്. വെറും ബിൻസിനെ RJ ബിൻസി ആക്കിയത് ശരിക്കും അവരാണ്. അപ്പൊ അത് കാരണം എനിക്ക് ആ ഒരു RJ എന്ന് പറയുമ്പോൾ
RJ ബിൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നില്. ഒരു സമയത്ത് ഞങ്ങൾ എപ്പിസോഡിൽ ദേഷ്യപ്പെട്ട് കാണുന്ന ഒരു വഴക്കായിരുന്നു. അത് നമ്മുടെ വേറെ സീസൺ 6 ഒരാളുടെ കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മൾ കമ്പയർസ് ഒക്കെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പറയുന്ന കേട്ടായിരുന്നു. ശരിക്കും അതുപോലെ ഡയലോഗ്സ് ഒക്കെ ശരിക്കും മാനേഴ്സ് ഒക്കെ ഏതാണ്ട് അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം കലിപ്പായി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നു പോണേ അവിടുത്തെ സാധനങ്ങളൊന്നും. ഇപ്പൊ നമ്മൾ എത്ര ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്താലും ആ സമയത്ത് അത് സംഭവിച്ചു പോകും. ആ സമയത്ത് നമ്മൾ ചിലപ്പോ ക്യാമറ ഉണ്ടെന്നൊക്കെ മറന്നു. അങ്ങനെ ക്യാമറ ഉണ്ടെന്ന് ആദ്യം നമുക്കൊരു ബോധം പിന്നീട് അത് മറന്നു പോലെ. നമുക്ക് ഇങ്ങനെ കാണുന്ന കാരണം നമ്മള് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരും, രഹസ്യമൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ ക്യാമറ ഉണ്ട്, ആ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് തോന്നും. അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഇപ്പൊ 14 ദിവസത്തിനിടയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾ ആരായിരിക്കും? ക്യാമറയുടെ മുമ്പിൽ പോയി നന്നായിട്ടല്ല, എന്നാലും അത്യാവശ്യം നമ്മുടെ നെവിൻ. ക്യാമറ ഉണ്ടത് എവിടാണോ അവൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കും. അതുപോലെ രേണു ചേച്ചി ഇടയ്ക്ക് ക്യാമറ നോക്കി ഇതൊക്കെ എത്രത്തോളം ഔട്ട് വന്നെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എപ്പോ നോക്കിയാലും രാവിലെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം. ക്യാമറ ഉണ്ടെന്ന് നോക്കി ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടക്കണ്ണം കിട്ട നോക്കിയിട്ട് മേക്കപ്പ് ഒക്കെ ഇടുമ്പോ ഡയലോഗ്സ് ഒക്കെ പറയണെങ്കിൽ ക്യാമറ ഉണ്ടോ വരുന്നുണ്ടോ നോക്കാം. ഇപ്പം ലൈഫിൽ നമുക്കല്ല, ഇപ്പൊ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകള്, അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മളിപ്പോ സക്സസ് ആയതിനു ശേഷം മാത്രം ഒത്തിരി പേര് നമ്മളെ അടുത്ത് വരും. നമ്മൾ ഒന്നും അല്ലാത്ത സമയത്ത് നമ്മളിരുന്ന് മാറ്റി നിർത്തിപ്പെട്ട ആളുകളൊക്കെ പിന്നീട് നമ്മളെ തേടി വന്ന അങ്ങനെയുള്ള ഇൻസിഡന്റോ, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും അങ്ങനെ ഓർത്ത് വെക്കുന്ന ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടോ ലൈഫില്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ടിക്ടോക്ക് സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ മോഡൽ ഷൂട്ട്, അന്ന് നമ്മുടെ റീൽസിനെക്കാട്ടിലും മോഡൽ ഷൂട്ടാണ് ട്രെൻഡ്. അപ്പൊ ഫോട്ടോ ഷൂട്ട് ചെയ്യും. അപ്പം എന്റെ ഒരു ഫോട്ടോ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ക്യാമറയിൽ എൻ്റെ ഒരു സാധനം, ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ, ഫോട്ടോയാണ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഞാൻ ഒരുപാട് പുറകെ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാവോടാ ക്യാമറയിൽ, കഷ്ടമുണ്ട്, നീ വലിയ ക്യാമറമാൻ അല്ലേ. എനിക്ക് അത്യാവശ്യം ആള് ഭയങ്കര ഫെയിം ആയിരുന്നു ആ സമയത്ത്. ഒരു ഫോട്ടോ എടുത്ത് തരാമോന്ന് ചോദിച്ചാൽ തരാടി തരാന്ന് പറഞ്ഞ് നമ്മളെ എന്താ തരാമെന്ന് പറയും. പക്ഷെ പിന്നെ നമ്മള് മാസങ്ങളോളം പുറകെ നടന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ബിൻസി നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് എൻക്വയറി വരുമ്പോഴും എനിക്കറിയത്തില്ല എന്താണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ കൊളാബ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ അന്ന് എന്താണ് കൊളാബ് എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവനോട് തന്നെ ചോദിക്കുന്നത്, എടാ ഞാൻ പോട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, കൊളാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ തന്നെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്തു തരും, ഒന്നും അറിയില്ല, അപ്പം എടി നിൽക്കുക നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പൊയ്ക്കോന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷയം ഉണ്ടായിരുന്നില്ല. ആളുടെ പുറകെ നടന്ന് ഇങ്ങനെ വലിപ്പിച്ച് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഭയങ്കര വിഷമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിയെ ഇറങ്ങുക. അപ്പം അന്ന് കോവിഡ് ടൈമൊക്കെ ആയതാണ്, ചാച്ചന് പേടിയാണ്, രോഗം പടരും, കൊറോണയാണ്, ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് പോലും അമ്മ ഇല്ല പൊയ്ക്കോ സാരല്ലെന്നും പറഞ്ഞാണ് എന്നെ വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എൻ്റെ 2 വീലർ ഒറ്റയ്ക്ക് ഓടിച്ച് ചാച്ചൻ അറിയാണ്ടാണ് ആദ്യം ഷൂട്ടിന് പോകുന്നത്. അപ്പൊ ചാച്ചൻ അടുത്ത് പറഞ്ഞു മേക്കപ്പ് ബ്രഷ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, പേടിക്കണം. പക്ഷെ ഞാൻ നല്ലപോലെ പോയി ഷൂട്ട് ചെയ്തിട്ട് വന്നു. ആ ഷൂട്ട് ഒട്ടും വിചാരിക്കാണ്ട് ഒരു ഓൺലൈൻ, ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും ഓൺലൈൻ ന്യൂസിൽ വരും. അന്ന് ഞാൻ ആ ബ്രൈഡിന്റെ ലുക്കിൽ പോയി ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ പോയി ഫോട്ടോ എടുക്കുക, ബസ്സിന്റെ അടുത്ത് ക്രൗഡിന്റെ ഇടയിൽ. അത് ഒരു വൈറൽ സാധനമായി ഓൺലൈൻ ന്യൂസിൽ വരികയാണ്. അപ്പൊ ഭയങ്കര ഞെട്ടിക്കുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ആ ചാച്ചനൊക്കെ ഇതെപ്പോ ആ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കപ്പ ടിവിയിൽ. അപ്പം അന്നാണ് എന്നെ ആദ്യമായിട്ട് ടിവിയിൽ കാണിക്കുന്നത്, അതും ഒരു മോഡൽ ഫോട്ടോഷൂട്ട്. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം വീണ്ടും എനിക്ക് കൊതിയാണ്, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ. ഇപ്പം ഇങ്ങോട്ടാണ് എൻക്വയറീസ് വരുന്നത്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ബിൻസി ഫോട്ടോഷൂട്ടിന് ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ട് കുറെ പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു പ്രൗഡ് സ്ഥാനമാണ്. ഇന്നിപ്പോ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഇപ്പൊ ഒരു 2 വീക്ക് ആണെങ്കിലും നമുക്കത് ഓൾറെഡി ബിഗ് ബോസിലൊരു ഫെയിം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇറങ്ങിയ ശേഷം ഒത്തിരി പേര് വന്ന് സംസാരിക്കുന്നുണ്ടാവും. സോ അല്ലെങ്കിൽ അതിനുശേഷം ഒരു കരിയർ തന്നെ ചിലപ്പോൾ മാറാം. അതെങ്ങനെയാ കാണുന്നത് ശരിക്കും ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ആളുകളുടെ ഒരു സ്വീകരണത്തേക്ക്? എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും എന്നിൽ തോന്നുന്നില്ല. ഞാൻ 2 ആഴ്ചത്തെ ഒരു ധ്യാനം എന്റെ അനിയത്തിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അതുപോലെ പോയി നന്നായിട്ട് തിരിച്ചു വന്നു. ധ്യാനം കൂടാൻ പോയപ്പോലും ഞാൻ ഇതുവരെ നന്നായിട്ട് ഒരു ചരിത്രമില്ല. ബിഗ് ബോസിൽ പോയപ്പോ ഞാൻ ഭയങ്കര ഒരു നല്ല ആളായി. അപ്പൊ മരിയ എപ്പോഴും എന്റെ അടുത്ത് പറയും, എടി നീ ഭയങ്കര പാവമായി പോയി, അവിടെ ഞങ്ങൾ നോക്കിയപ്പോ എന്ത് പറ്റി? ഞാൻ പറഞ്ഞ അറിയില്ല, അത് വേറൊരു ലോകമാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ ആൾക്കാർ വന്ന് ഇവിടുത്തെ മിണ്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല ബിൻസി ഇറങ്ങും. അപ്പൊ അവരെ ആശ്വസിപ്പിക്കലാണ് ഇപ്പോഴത്തെ എന്റെ പരിപാടി. സ്വയം ഞാൻ ആശ്വസിച്ചു, അവരെ ആശ്വസിപ്പിക്കുന്നു. സ്നേഹിക്കുന്ന ഒരുപാട് പേരെ തിരിച്ചറിയാൻ പറ്റി.
ഒരുപാട് പേർക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്, അല്ലെങ്കിൽ എന്നെ അറിയാത്ത ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഏഷ്യാനെറ്റ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് തന്നത്. തീർച്ചയായിട്ടും. അതിൽ സന്തോഷം.